ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട 5ാമത് വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന പാലച്ചിറമാട് വളവ് മുതൽ വട്ടപ്പാറ ഇറക്കം ആരംഭിക്കുന്ന കഞ്ഞിപ്പുരക്കിടയിലുള്ള 15 കിലോമീറ്റർ ദൂരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ദേശീയപാത 66-ൽ ഹെവി വാഹനങ്ങൾക്ക് കയറ്റം കയറാൻ ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നതും അപകടകരമായ വളവോട് കൂടിയ ഇറക്കവുമുള്ള ഒരു സ്ഥലമാണ് പാലച്ചിറമാട് വളവ്. പാലച്ചിറമാട് വളവ് എന്ന അപകട വളവ് പുതിയ റോഡ് പണി പൂർത്തിയാകുന്നതോടുകൂടി ഓർമ്മയാവുകയാണ്. അഥവാ പുതിയ NH-66 വളവില്ലാതെ നിവർന്നു നിൽക്കുന്ന പാലച്ചിറമാടായിരിക്കുമെന്ന് ചുരുക്കം. ദേശീയപാത 66-ൽ ഏറെ തിരക്കേറിയതും പ്രധാന ജംഗ്ഷനുകളുമായ കോട്ടക്കൽ ചങ്കുവട്ടി ജംഗ്ഷനും എടരിക്കോട് ജംഗ്ഷനും പുതിയ അലൈൻമെൻറ്റിലുണ്ടാവില്ല. പാലച്ചിറമാട് നിന്നും എടരിക്കോട് പോകുന്നതിന് പകരം വലതുഭാഗത്തുള്ള പാടശേഖരത്തിലൂടെ ഒരു നേർരേഖയായി സ്വാഗതമാട് വരെ പുതിയ വഴിയിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള 5.5 കിലോമീറ്റർ ദൂരം എന്നത് 3.5 കിലോമീറ്ററായി കുറയുകയും പ്രധാന ജംഗ്ഷനുകളും കോട്ടക്കലുമായി ബന്ധപ്പെട്ട് ഏറെ തിരക്കേറിയതും വികസനം നടന്ന പ്രദേശങ്ങളുമായ എടരിക്കോട് മുതൽ സ്വാഗതമാട് വരെയുള്ള നിലവിലെ NH-ലെ 5.5 കിലോമീറ്റർ ഒരു കെട്ടിടത്തിന് പോലും കേടുപാടുകളില്ലാതെ നിലനിർത്താൻ കഴിയുന്നു എന്നതും ആശ്വാസകരമാണ്. പുതിയ റോഡ് വരുന്നതോടെ നിലവിലെ എടരിക്കോട് ജംഗ്ഷൻ്റെ പ്രസക്തി ഇല്ലാതാകും. തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ NH ക്രോസിങ്ങിന് ഇനി ആശ്രയിക്കുക മമ്മാലിപ്പയും അണ്ടർപാസിനെയുമായിരിക്കും. അതുപോലെ തന്നെ ചങ്കുവട്ടിയുടെ തിരക്കൊഴിഞ്ഞ് ആ ജോലി ഇനി സ്വാഗതമാട് അങ്ങാടിക്കായിരിക്കും. മമ്മാലിപ്പടി പിന്നിട്ട് പോകുന്ന പുതിയ റോഡ് ചെറുശോല, അമ്പലവട്ടം, പാറമ്മൽ, എലാപ്പറമ്പ്, ക്ലാരി എലാപ്പറമ്പ്, സ്വാഗതമാട്, കുണ്ടിൽ തുടങ്ങി ഏരിയകൾ കവർ ചെയ്ത് സ്വാഗതമാട് ജംഗ്ഷനിൽ നിലവിലെ NH-നോട് ചേരും. സ്വാഗതമാട്, കുണ്ടിൽ പ്രദേശങ്ങളിലൂടെ പുതുതായി കടന്നു വരുന്ന നാഷണൽ ഹൈവേ പൂർണ്ണമായും മേൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാറമ്മൽ റോഡും കുറുക PWD റോഡും കല്ലാച്ചി റോഡും കാടാംകുളം റോഡും ചെച്ചേരി റോഡും അരിക്കൽ പള്ളി റോഡും എന്നിവ മുറിച്ച് കടന്നാണ് പുതിയ റോഡ് പാലച്ചിറമാടിൽ നിന്നും സ്വാഗതമാടിലെത്തുന്നത്. സ്വാഗതമാടിൽ നിന്ന് തെക്കോട്ട് പോകുമ്പോൾ ചെനക്കലിൽ നിന്ന് റോഡിൻ്റെ ഇടതുഭാഗത്താണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്.
ചെനക്കൽ, രണ്ടത്താണി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ റോഡ് വികസനത്തിനായി പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അതിരുമട എന്ന സ്ഥലത്തെത്തുന്നതോടെ വീതി കൂട്ടൽ വലതുഭാഗത്തേക്ക് മാറുകയും അതിരുമട അങ്ങാടിയിൽ ഫ്ലൈഓവറിന് വേണ്ടിയുള്ള മണ്ണുമാന്തൽ നടക്കുകയുമാണ്. അതിരുമട കഴിഞ്ഞാൽ പിന്നെ പുത്തനത്താണി വരെ റോഡിൻ്റെ ഇടതുഭാഗത്താണ് വീതി കൂടി വരുന്നത്. ആ ഭാഗങ്ങളിലുള്ള നിരവധി കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു നീക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാവുന്നതാണ്. പുത്തനത്താണി ടൗൺ എത്തുന്നതിന് മുമ്പായി NH വഴിമാറി ഇടത്തോട്ട് തിരിഞ്ഞ് പുതിയ അലൈൻമെൻറ്റിലേക്ക് മാറിയതിനാൽ പുത്തനത്താണി ടൗണിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, NHലെ ഒരു വളവ് കൂടി ഇല്ലാതാവുകയും ചെയ്തു. പുത്തനത്താണി ടൗണിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞ് ഉടനെ തന്നെ വീണ്ടും നിലവിലെ NHലേക്ക് കടക്കുന്നതോടുകൂടി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി വീതി കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. പുത്തനത്താണി മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി കെട്ടിടങ്ങൾ ദേശീയപാതാ വികസനത്തിനായി പൊളിച്ചു നീക്കിയത് നമുക്ക് കാണാൻ കഴിയും. പുത്തനത്താണി ചുങ്കം മുതൽ റോഡ് നിലവിലെ റോഡിൽ നിന്നും ഏകദേശം 50 മീറ്ററിലധികം വലത്തോട്ട് വഴിമാറിയാണ് 1/2 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നത്. അവിടങ്ങളിൽ മേൽപ്പാലത്തിനുള്ള പില്ലറിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അല്പഭാഗം വലതുവശത്തും പിന്നീട് ഇരുവശങ്ങളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം നടക്കുകയാണ്. വെട്ടിച്ചിറ ജംഗ്ഷനിൽ ഇരുവശങ്ങളിലുമായി ഒട്ടനവധി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതായി കാണാം. ദേശീയപാത 66 ഒരു പ്രധാന ജംഗ്ഷനായ വെട്ടിച്ചിറയിൽ ഫ്ലൈ ഓവർ കൂടി വരുന്നതോടെ വെട്ടിച്ചിറ ജംഗ്ഷന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുറപ്പായി. ദേശീയപാത വികസനത്തിനായി തങ്ങളുടെ പൂർവികരുടെ വർഷങ്ങൾ പഴക്കമുള്ള 700-ൽ പരം ഖബറുകൾ മാറ്റി സ്ഥാപിച്ച് മാതൃക കാണിച്ച 200 വർഷം പഴക്കമുള്ള വെട്ടിച്ചിറ ജുമാ മസ്ജിദിന് മുകളിലൂടെയാണ് ഇപ്പോൾ ഡ്രോൺ പറക്കുന്നത്.
മയ്യത്തിനോടുള്ള എല്ലാ ബഹുമാന ആദരവുകളും നിലനിർത്തി 700ഓളം ഖബറുകൾ മാറ്റി സ്ഥാപിക്കുക എന്ന ശ്രമകരമായ ദൗത്യം പൂർത്തീകരിച്ച് നാടിൻ്റെ പൊതുവികസനത്തിന് വിട്ടുകൊടുത്ത ആ നാട്ടിലെ നല്ല മനുഷ്യരെയും മഹല്ല് ഭാരവാഹികളെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. വെട്ടിച്ചിറ മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വെട്ടിച്ചിറ മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വെട്ടിച്ചിറ കഴിഞ്ഞ് കരിപ്പോളിൽ നിന്നും കഞ്ഞിപ്പുര വരെ കാര്യമായ നിർമ്മാണങ്ങളൊന്നും തന്നെ നടക്കുന്നതായി കാണാനില്ലെങ്കിലും ഇടക്ക് ചില കെട്ടിടങ്ങൾ പൊളിച്ച നിലയിൽ കാണുന്നുണ്ട്. കഞ്ഞിപ്പുരയിൽ നിന്നും മുന്നോട്ട് പോയാൽ NH-ൻ്റെ ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപകടങ്ങൾ കൊണ്ട് ചരിത്രത്തിലിടം പിടിച്ച വട്ടപ്പാറ വളവിന് എന്ത് സംഭവിക്കും തുടങ്ങിയ പുതിയ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയും സമാനമായ വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.